ആറാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ 10-ന് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദകുമാർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ് പ്രസിഡന്റിന് ഈ ഫെസ്റ്റിവൽ ബുക്ക് കൊടുത്ത് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഈ ബുക്ക് കണ്ടാൽ അറിയാം ലോക നിലവാരമുള്ള സിനിമകളുടെ എത്രമാത്രം ഇതിന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് 22ഓളം രാജ്യങ്ങളിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ്. അതായത് കഴിഞ്ഞ വർഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിത്രീകരിച്ച പ്രകൃതി വിഷയമായിട്ടുള്ള സിനിമകൾ നമ്മുടെ കട്ടപ്പനയിൽ വരികയാണ്. ഇന്ത്യയിൽ മറ്റെവിടെയും പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത സിനിമകൾ അഭിമാനപൂർവ്വം നമുക്ക് പറയാം. ഇത് വലിയ ഫെസ്റ്റിവലാണ്, വലിയൊരു ഉത്സവമാണ് നാളെ തുടങ്ങാൻ പോകുന്നത്. ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും ബേർഡ്സ് ക്ലബ് ഇന്റർനാഷണലും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമും ചേർന്നാണ് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. കട്ടപ്പനയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ, സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ്, നടന്മാരായ ടിനി ടോം, കൈലാസ് എന്നിവർ പങ്കെടുക്കും. ഫെസ്റ്റിവൽ ഡയറക്ടർ സംവിധായകൻ ജയരാജ് ചലച്ചിത്രമേളയുടെ സന്ദേശം നൽകും. തുടർന്ന് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്യുമെന്ററി ചിത്രം പ്രദർശിപ്പിക്കും. ഫീച്ചർ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മത്സരത്തിന് ഉള്ളത്. കട്ടപ്പന സന്തോഷ് തിയേറ്റർ, ഓശാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കട്ടപ്പന നഗരസഭ മിനി സ്റ്റേഡിയം എന്നീ 3 വേദികളിലായിട്ടാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ ജയരാജ്, റോട്ടറി കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടിയിൽ, സംവിധായകൻ പ്രദീപ് M. നായർ, ഡോക്ടർ സോമശേഖരൻ, സന്തോഷ് ദേവസ്യ, സജിദാസ് മോഹൻ, സിജോ എവറസ്റ്റ്, സിജു ചക്കുമൂട്ടിൽ, നന്ദൻ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിലിം ഫെസ്റ്റിവലിന്റെ ബുക്ക്ലെറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MD വിപിൻ ദാസ്, സെക്രട്ടറി സിറിൽ ലൂക്കോസ്, ട്രഷറർ ബെന്നി കളപ്പുര എന്നിവർക്ക് സംവിധായകൻ ജയരാജ് ആദ്യ വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.